ഇപ്പോൾ സ്വാഭാവികമായിട്ടും ശബരിമലയിലെ വിഷയങ്ങളാണ് നടക്കുന്നത്. ഈ അവിടുത്തെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് അവിടെ ചീഫ് വിജിലൻസ് ഓഫീസറായിരിക്കുന്ന സമയം ഏതാണ്ട് ഈ നിലവിലിപ്പോൾ ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാലയളവാണ്. 2016-17 സമയത്താണ് ഇത് മാറ്റിയിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടക്കുന്നത്? ആ സമയത്ത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? വന്ദേ മാതരം. 2015-16 കാലഘട്ടത്തിലാണ് ഞാനവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം. ഞാനവിടെ പോകുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയട്ടെ, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു IPS ഉന്നതൻ, എല്ലാവർക്കും അറിയാം, ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു IPS ഉന്നതനെ എൻ്റെ പുറകെ ഈ 10-20 വർഷമായിട്ട് പുറകെ നടക്കുക. ഞങ്ങൾ തമ്മിൽ വലിയ യുദ്ധമാണ്. അയാൾ എന്നെ ഉപദ്രവിക്കും എന്ന് വന്നപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നിങ്ങളുടെ കൈരളി ചാനലിൻ്റെ പഴയ ബാക്ക്ലോഗൊക്കെ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ചാനലും അത് കവർ ചെയ്തിട്ടുണ്ട്. അവസാനം എനിക്കൊരു നിവൃത്തിയില്ലാതെ ഞാൻ അന്നത്തെ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല സാറിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ എഴുതി കൊടുത്തു പെറ്റിഷൻ, പക്ഷേ തട്ടിക്കളയെന്ന് ഞാൻ പറഞ്ഞത് എഴുതിയില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ വെടിവെച്ച് കൊല്ലേണ്ടി വരും, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്, അങ്ങ് ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിട്ട് സാക്ഷിയായിട്ട് വരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അപ്സെറ്റായി. അദ്ദേഹം എന്നെ വിളിച്ച് ഉപദേശിച്ച് എന്നെ അവിടെ ഇരുത്തി അഡ്മോണിഷ് ചെയ്തു. അപ്പോൾ അതെല്ലാം ആ സമയത്താണ് ഈ ശബരിമലയിലെ വിജിലൻസ് ഓഫീസറിൻ്റെ പോസ്റ്റ് ഒഴിഞ്ഞത്. അപ്പം ഞാൻ DGPക്ക് ഇത് കൊടുക്കുകയും അന്നത്തെ അവിടെ ഇരുന്ന സ്പെഷ്യൽ കമ്മീഷണറെ ഞാൻ പോയി കണ്ട് ഞാൻ വില്ലിങ്ങാണ് എന്ന് പറയുകയും അങ്ങനെയാണ് ഞാൻ ശബരിമലയിലെ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട് പൊക്കളെ ഇയാളുമായിട്ട് ഈ IPS ഉന്നതനുമായിട്ട് അടിവെക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് പിന്നെ ദേവസ്വം ബോർഡ് വന്നത്. അപ്പോൾ വിട്ടില്ല ഈ IPS ഉന്നതൻ. അപ്പോഴും ഹൈക്കോടതിയിൽ എനിക്ക് ചിലപ്പോൾ ഓർഡർ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹിന്ദു അല്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു വലിയ പരാതി, ഒരു സന്യാസിയല്ല, ഫ്രോഡ് സന്യാസിയെ പിടിച്ച് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തു. അപ്പോൾ ഹൈക്കോടതിയില്ല, തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ സാറ്, ഞാൻ പിന്നെ മനസ്സിലാക്കിയാണ്, നേരിട്ടിറങ്ങി സിംഗിൾ മാൻ, അങ്ങനെ ഹൈക്കോടതി ജഡ്ജി അങ്ങനെ ചെയ്യാറില്ല, സിറ്റിംഗ് ജഡ്ജി ചെയ്യാറില്ല. അദ്ദേഹം പോലീസ് ട്രെയിനിങ് കോളേജിൽ വേഷം മാറി സ്വന്തമായിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് വന്ന് അത് അന്വേഷിച്ചിട്ട് പോയി. ഇത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. അപ്പോൾ പോലീസുകാരത്ത് ഞാൻ പറഞ്ഞു, ഇയാൾക്ക് വട്ടാണ്, അദ്ദേഹം സെർവിങ് ജഡ്ജാണ്, അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്ക് വരികയൊന്നുമില്ല, അതിന് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനത് ഡിസ്മിസ് ചെയ്തു. പക്ഷേ ഇദ്ദേഹം പോലീസ് ട്രെയിനിങ് കോളേജിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹൈക്കോടതി ഓർഡറായി. അതിനകത്ത് എന്നെ ഇനി മാറ്റാൻ പാടില്ല, ഹൈക്കോടതി ഇട്ട് ചോദിക്കാതെ എന്നെ മാറ്റാൻ പാടില്ല എന്നൊരു ഓർഡർ ഇട്ടാണ്. അതൊരു സ്പെഷ്യൽ ഇട്ട ഓർഡറാണ്. അങ്ങനെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു, ഈ കട്ട്സി കോളനി ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഞാൻ അങ്ങ് പോലീസ് ട്രെയിനിങ് കോളേജ് വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചോ. അതെ, ഞാൻ വന്നു, നിങ്ങളെപ്പറ്റി ഒരുപാട് അലിഗേഷൻ ആണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായില്ലേ, അത് IPS ഉന്നതൻ ചെയ്തതാണ്. അതിനെപ്പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ അന്വേഷിക്കാൻ വന്നാണ്, എനിക്ക് ബോധ്യമായി, അതുകൊണ്ടാണ് നിങ്ങളെടുത്തത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട്, എനിക്ക് എക്സാക്റ്റ് മന്ത് ഓർമ്മയില്ല, ഞാൻ ശബരിമല പോകുന്നത്. അപ്പോൾ ശബരിമല ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഗോവിന്ദൻ നായർ സാറായിരുന്നു. വളരെ മാന്യനും ഹൈലി അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹം പണ്ട് മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങ് പോയി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അങ്ങ് പോയി. ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ വന്നു. അപ്പം ഞാനവിടെ നോക്കിയപ്പോൾ ഞാൻ ഈ 5 യുണൈറ്റഡ് നേഷൻസ് അടക്കം 5 അഴിമതി നിരോധന വകുപ്പുകൾ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയത്. അങ്ങനെ കേരള പോലീസിൽ ഇപ്പം ആരുമില്ല, നേരത്തെയും ആരുമില്ല. എന്ന് പറഞ്ഞാൽ ലോകായുക്ത, മനുഷ്യാവകാശ കമ്മീഷൻ, CBI, വിജിലൻസ്, യുണൈറ്റഡ് നേഷൻസിൽ ഞാൻ പോലീസ് എക്സ്പെർട്ടായിരുന്നു. അപ്പം ഇനി എന്ത് അഴിമതിക്കാരെ ഞാൻ കാണാൻ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, എത്ര വലിയ ഭീകരന്മാരെ ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ എൻ്റെ ഇനി ഒരു 3 വർഷമുണ്ട്, അത് ഭക്തിമാർഗം ജീവിച്ചു കളയാം എന്ന് പറഞ്ഞാണ് ഞാൻ ശബരിമലയിൽ പോയത്. അവിടെ ചെന്നപ്പം ഐ വാസ് ഷെൽ ഷോക്ക്ഡ്. എന്ന് വെച്ചാൽ പിന്നെ
ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിഭയങ്കര അഴിമതിയാണ് അവിടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. മാത്രമല്ല എന്നെ അതിശയിപ്പിച്ചത്, എന്നെ വിസ്മയിപ്പിച്ചത്, ഇവരൊക്കെ പലരും 10ാം ക്ലാസ്സും ഗുസ്തിയും പിന്നെ അങ്ങനെ അല്ലാത്ത ഒരു 2% ഉണ്ട്. 10ാം ക്ലാസ്സും ഗുസ്തി ആരുടെയെങ്കിലും കാലി തിരുമ്മി പിന്നെ ഡൈങ് എന്ന അണ്ണസ് ഇങ്ങനെയൊക്കെ കയറുന്നവരാണ്. അതേസമയം ഞങ്ങളൊക്കെ ഒരു ടെസ്റ്റ് എഴുതി കയറുന്നവരാണ്. കഷ്ടപ്പെട്ട് ആണ് മെറിറ്റോറിയസ് ആയിട്ട് കയറുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളൊരു ഈ ജോലി കയറുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് IPS ഓഫീസേഴ്സും IASകാരും അതേപോലെ ഒരു ടഫ് എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷേ ഞാൻ IASകാരുടെ IPSകാരുടെയും പിന്നെ IASകാരുടെയും IRSകാരുടെയും അഴിമതി ഞാൻ കുറേ കണ്ടതാണ് CBIയിലൊക്കെ. അവരെക്കാളും ഭയങ്കര ബുദ്ധിയാണ് ഈ ഞാൻ പറഞ്ഞ ഈ 10ാം ക്ലാസ്സും ഗുസ്തിയും ബസ്സായിട്ട് അവിടെ കയറുന്ന ഭൂരിപക്ഷം ദേവസ്വം ജീവനക്കാർക്കും. അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് അഴിമതി പണം ഉണ്ടാക്കിയാൽ അത് എങ്ങനെ മാർവാഡ് ചെയ്യണം, എങ്ങനെ ഹൈഡ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനൊക്കെ അവരെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഭയങ്കരന്മാരാണ്. ഇപ്പം തന്നെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ച് ഞാനവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു, എന്നെ കൊണ്ട് ചെയ്യാവുന്ന. പക്ഷെ അന്ന് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു. ഞാനൊരു കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല. പ്രധാനം അവിടുത്തെ വരുമാന ചോർച്ച, ഈ കാണിക്ക എണ്ണണ, അവിടെ പോലീസുകാരും ഇറങ്ങിയിട്ടില്ല, പോയിട്ടില്ല. ഞാൻ അവിടെ ഇറങ്ങി അങ്ങ് പോയി. താഴെ സാങ്ക്ടം സാങ്ക്ടോറിൻ്റെ താഴെയാണ്. അപ്പോൾ ഒരു ഭയങ്കരമായിട്ട് എതിർത്തു. പോലീസുകാർക്ക് എന്താ കാര്യം അയ്യപ്പൻ്റെ പൂങ്കാവനത്ത്? അപ്പം ഞാൻ മറുപടി കൊടുത്തു, എവിടെ കള്ളത്തരം ഉണ്ടോ അവിടെ പോലീസ് വരും, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് മനസ്സിലായി അവിടെ എനിക്ക് കുറ്റിയടിച്ച് നിൽക്കാൻ പറ്റില്ല. വലിയൊരു ഹോളാണ്, 200 പേരിരുന്ന എണ്ണയാണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നടന്നു, ഞാൻ എല്ലാം പറയുന്നില്ല. സംഭാഷണങ്ങൾ ഞാനും അവരുമായിട്ട് അവിടെ എണ്ണ എന്ന ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇതെല്ലാം സംഭാഷണ ശകലങ്ങളുണ്ടായി. ഞാനതെല്ലാം മനസ്സിലാക്കി. ഞാനും മന്ദബുദ്ധിയെ പോലെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, 15 തൊട്ട് 25 ലക്ഷം രൂപ ഒരു ദിവസം ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, അതായത് 85 ലക്ഷം 1 കോടി രൂപയാണ് ഒരു ദിവസം ശബരിമലയിലെ കാണിക്ക വരുമാനമെങ്കിൽ അതിനകത്തുനിന്ന് സ്വർണം, വെള്ളി, പിന്നെ 15 to 25 lakhs അവർ കടത്തുന്നു. ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന SI പ്രശാന്ത്, അത് എൻ്റെ പീരീഡാണോ ഐ ആം ഡൗട്ട്ഫുൾ, ഈ 3 ഗാർഡ്സ് പിന്നെ ഇവന്മാരെ ദേവസ്വം ജീവനക്കാരെ എണ്ണിക്കൊണ്ടുവന്ന ദേവസ്വം ജീവനക്കാരെ പുറത്തിറക്കിയപ്പം ഈ 40 ലക്ഷം രൂപ, നിങ്ങൾ ആലോചിക്കണം, 3 പേരുടെ 40 ലക്ഷം രൂപ പ്രൈവറ്റ് അണ്ടർവെയറിനകത്തൊക്കെ വെച്ച് അവർ പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ കേസാക്കി വിജിലൻസ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അല്ലാതെ ഈ ധനലക്ഷ്മി ബാങ്കാണ് അന്നും ഇന്നും അവരുടെ ബാങ്ക്. ധനലക്ഷ്മി ബാങ്കുമായിട്ട് ചേർന്ന് ഇവരിത് കടത്തും. ധനലക്ഷ്മി ബാങ്കുകാർ ഈ പൈസ കളക്ട് ചെയ്ത് ഇവർ കുറിച്ച് കൊടുക്കും, ഈ എത്രയാണ് മാറ്റേണ്ടതെന്ന്. 25 25, 20 20, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കാം. എന്നിട്ട് ആ പൈസ ഇവിടെ TDBിൽ ധനലക്ഷ്മി ബാങ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ ധനലക്ഷ്മി ബാങ്കിൻ്റെ DGMനെ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചു, അവിടെ ശബരിമലയിൽ വിളിപ്പിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രതിയാവും, അല്ലെങ്കിൽ ഞാനത് മാറ്റാൻ പോവുകയാണ്, കാനറ ബാങ്കിന് കൊടുക്കാൻ പോവുകയാണ്, ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഹൈ ഡെഫിനിഷൻ ക്യാമറ അവരുടെ അടുത്ത് വെപ്പിക്കാൻ പറഞ്ഞു, ഈ കാണിക്കാം മോഷ്ടിക്കുന്നത് നിർത്താൻ വേണ്ടി. അങ്ങനെ നിർത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതവിടെ ആരെങ്കിലും നിൽക്കണ്ടേ, ഇതിങ്ങനെ 200 പേരിരുന്ന് എണ്ണുമ്പം ഈ 2000-ൻ്റെ നോട്ട് മാറ്റിയാൽ അറിയാൻ നോക്കില്ല. അപ്പം ഞാനും ഉണ്ട്, പ്രശാന്തും ഉണ്ട്. പ്രശാന്ത് ഇപ്പോൾ CA ആണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, വേറെ ആരുണ്ട്, 2 പോലീസുകാരും ഉണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ അന്നിരുന്ന സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 50 പോലീസുകാരെ, ചെറുപ്പക്കാരായ പോലീസ്, 2 വർഷം 3 വർഷം സർവീസുള്ള പോലീസുകാരെ SAPന്നോ KAPന്നോ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ എഴുതി. അപ്പം ഞാൻ പറഞ്ഞ ഈ IPS ഉന്നതൻ വളരെ ഒരു പവർഫുൾ പോസ്റ്റിലിരിക്കുകയാണ്. അങ്ങേര് അത് ശക്തിയുക്ത എതിർത്തു. അതായത് അയ്യപ്പനെതിരായിട്ട് ആണ് ഇങ്ങനെ പരിപാടി മുഴുക്കാൻ എല്ലാം. ഇപ്പം അങ്ങേര് ചാനലിലൊക്കെ ഇറങ്ങി അയ്യപ്പനെ കണ്ടുപിടിച്ച ആളെന്ന് പറഞ്ഞ് നടപ്പുണ്ട്.
അപ്പം ഇയാൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 50 പോലീസുകാരില്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ വീണ്ടും മോഷണം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിനെ ഞാനും സ്പെഷ്യൽ കമ്മീഷണറും കൂടെ നേരിട്ട് പോയി കണ്ട് പറഞ്ഞു. അങ്ങനെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറാണോ രജിസ്ട്രാറാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആരോ മറ്റേ IPS ഉന്നതനെ വിളിച്ചിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ പോലീസുകാരില്ല. ഉണ്ടോ ഇല്ലയോ, ഇത് ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ്, നിങ്ങൾ പോലീസുകാരെ തന്നേ പറ്റുള്ളൂ. അങ്ങനെ 50 പോലീസുകാരെ തന്നു, 45-50 പോലീസുകാരെ. അപ്പോൾ ഈ 50 പോലീസുകാരെ അപ്പോൾ ഇവർ പറഞ്ഞു അവിടെ ഉടുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഉടുപ്പഴിച്ച് വെച്ചിട്ട് നിങ്ങൾ ഒരു മുണ്ടോ തോർത്തോ നെഞ്ചിലിട്ടിട്ട് അങ്ങനെ അവരെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് 6 മണിക്കൂർ 5 മണിക്കൂർ ഡ്യൂട്ടി. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ ക്യാമറ വർക്ക് ചെയ്യും. ഞാനവിടെ നിന്ന് പോയ ശേഷം ഞാൻ പിന്നെ അറിഞ്ഞു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ 5 മിനിറ്റ് 10 മിനിറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് ഈ കെട്ട് മാറ്റും. അപ്പോൾ അവർ ക്യാമറയും വെട്ടിച്ചു. ഇതൊന്നും നോക്കാനും പിടിക്കാനൊന്നും അവിടെ ഒരു സംവിധാനം ഇല്ലല്ലോ. ആർക്കാ താല്പര്യം? ഞാനവിടെ നിന്ന് പോയി. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്ന് അദ്ദേഹം മിൽമേൽ എന്തൊക്കെ മറിച്ചു, ഭയങ്കരനാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഗോവിന്ദൻ നായർ സാറിനെ പോലെ ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു. ഇയാൾ വന്നിട്ട്, ഞാനവിടുത്തെ വിജിലൻസ് ചീഫാണ്, എന്നെ ഇയാൾ കാണാൻ വിസമ്മതിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇതിൽ വിളിച്ചു, ഇൻ്റർകോമിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് സാറുമായിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞതല്ലാതെ എന്നെ ഇയാൾ വിളിച്ചില്ല. അവസാനം ഞാൻ ലെറ്റർ എഴുതി, ഒരു ആവിയില്ല, അനക്കമില്ല, ആവിയില്ല. അതിൻ്റെ ഇടയിൽ മറ്റേ IPS ഉന്നതൻ പ്രോട്ടോക്കോൾ ലംഘിച്ച് ഞാൻ AG 1 ആയിട്ട് 2017 ജോലി ചെയ്യുമ്പം അന്ന് പത്മകുമാറാണെന്ന് തോന്നുന്നു. പത്മകുമാർ ശരിക്കുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് വന്ന് ബെഹ്റ സാറിനെ കണ്ടു, DGP ബെഹ്റ സാർ. അതാണ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ IPS ഉന്നതൻ, ഈ ശബരിമലയ്ക്കെതിരായിട്ട് അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന IPS ഉന്നതൻ, അയാൾക്ക് ഈ പ്രോട്ടോക്കോൾ ഭയങ്കര ഇതാണ്. പണ്ട് പോലീസുകാരനെ അടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങേരുടെ കരിയറിൽ. അങ്ങേര് പ്രോട്ടോക്കോളെല്ലാം ലംഘിച്ച. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് DGP വന്നിരിക്കുന്നു പ്രയാർ ഗോപാലകൃഷ്ണനെ കാണാൻ. ഞാൻ പറഞ്ഞു ഏത് DGP? അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് ഇയാൾ വന്നതെന്ന്. എന്നെ റെഡിയാക്കണമെന്നും പറഞ്ഞ് അതായത് ഞാൻ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കരുത്, പ്രസിഡൻ്റുമായിട്ട് അടിവയ്ക്കണം. അങ്ങനെ പ്രസിഡൻ്റ് പ്രയാർ ഗോപാലകൃഷ്ണനെ കണ്ട് ബ്രീഫിംഗ് കൊടുത്തു പോയി. അപ്പോൾ അതും കൂടെ കൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ വിളിക്കുന്നേയില്ല. അവസാനം എനിക്ക് യാതൊരു നിവൃത്തിയില്ലാതെ ഞാൻ എഴുതി കൊടുത്തു, അങ്ങ് ഇവിടുത്തെ ഏറ്റവും വലിയ കാട്ടുകള്ളന്മാരും കൊള്ളക്കാരുടെയും എല്ലാം തോളിൽ കൈയിട്ടുകൊണ്ട് ഏത് സമയം അങ്ങേരെ മുറിയിൽ ഡിസ്കഷനാണ്. എന്താണ് ഇത്ര ഡിസ്കഷൻ? ഇവിടുത്തെ വിജിലൻസ് ചീഫ് ഇവിടുത്തെ അഴിമതി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങേക്ക് കേൾക്കാൻ ഒരു 15 മിനിറ്റ് ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പുട്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നിട്ട് ഞാൻ കത്ത് കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അവിടെ ദേവസ്വം ബോർഡിൽ ആദ്യത്തെ ചീഫ് വിജിലൻസ് ഓഫീസറാണ്. പിന്നെ ഇറങ്ങിപ്പോകാനുള്ള 1-2 കാരണങ്ങളും കൂടെ ഉണ്ട്. അവിടെ അനിത എന്ന് പറഞ്ഞൊരു ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ടായിരുന്നു, അവർ തിരുവാഭരണം കമ്മീഷണറാണ്. അപ്പം ഞാനിങ്ങനെ നമുക്ക് ലിമിറ്റഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1254 അമ്പലങ്ങളുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ മൊത്തമൊക്കെ നോക്കിയപ്പോൾ ഈ തിരുവാഭരണം കമ്മീഷണർ മിണ്ടാതെ അവർ ഓഫീസിൽ ഇരുന്ന് കള്ള TM വാങ്ങിച്ച് ജീവിച്ചു പോവുകയാണ്. തിരുവാഭരണം കമ്മീഷണറുടെ ജോലി എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ദേവിയുടെ തിരുവാഭരണം ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ ഞാൻ ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം നിങ്ങൾ എത്ര ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്? അത് മോളിൽ നിന്ന് ഓർഡർ ഇട്ടാലേ സാറേ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ എന്നാ ഓർഡർ ഞാൻ വിജിലൻസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മെമ്മോ തരുന്നു. നിങ്ങൾ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലും ശബരിമലയിലെ പന്തളത്തെ തങ്ക അങ്കിയും, എനിക്ക് തങ്ക അങ്കി ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി, ഈ പന്തളം കൊട്ടാരത്തിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയ ഒരു സ്ഥലത്താണിത് സൂക്ഷിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയി, എനിക്ക് മനസ്സിലായി അവിടെ ഓഡിറ്റിങ് സെക്യൂരിറ്റി കറക്റ്റല്ല. 5 പോലീസുകാരെ മറ്റുണ്ട്, രാത്രി ആരും കാണില്ല, എല്ലാവരും വിട്ടിപ്പോവും. അപ്പം ഈ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത് തങ്കങ്കി
പിന്നെ മലയാലപ്പുഴ, വള്ളിയങ്കാവ്, പിന്നെ ഏതെന്ന് ഞാൻ മറന്നുപോയി. ഇങ്ങനെ 2-3 ക്ഷേത്രങ്ങൾ നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് എത്ര മാസമാണെന്ന് പറഞ്ഞു 6 മാസമോ. ഞാൻ പറഞ്ഞ 6 മാസം തരാൻ പറ്റില്ല, 2 മാസം നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് നിങ്ങൾ തീർന്നില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇൻറ്റീരിയർ റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞു. ഇവർ ശരി എന്ന് പറഞ്ഞ് പോയ ശേഷം അന്നത്തെ അവിടുത്തെ ദിവ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്ത സെൻറ്റൻസ് ഇതാണ്: ദിസ് സെക്രട്ടറി VS Jayakumar creates files in TDB, Travancore Devasam Board, and he himself disposes those files എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. അതിൻ്റെ അർത്ഥം അവൻ തന്നെ ഇവിടെ എല്ലാം ചെയ്യും, അവൻ തന്നെ ലേലം ചെയ്യും, അവൻ തന്നെ ബിനാമി വെച്ച് പിടിക്കും, എല്ലാത്തിൻ്റെ നേതൃത്വമാണ്. പിന്നെ എനിക്കറിഞ്ഞൂടാ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ, അദ്ദേഹം ദേവസ്വം മിനിസ്റ്റർ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ് പരത്തുമായിരിക്കും. പിന്നെ അയാളില്ലെങ്കിൽ പോലും ഇയാൾ പണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് മറ്റേ സന്നിധാനത്തുണ്ടായിരുന്ന സമയത്ത് ഭീകരമായ അഴിമതി അന്നും നടത്തി. അതാണ് പാത്ര കേസ്. 2 കോടി രൂപ, നിങ്ങൾ ആലോചിക്കണം ഏത് കാലത്ത് 2 കോടി രൂപയുടെ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് അഴിമതി നടത്തിയ ആളാണ്. അത് വിജിലൻസ് എൻക്വയറി ഫേസ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പം അയാളൊരു വൻ പുള്ളിയാണ്. അയാളെ എതിരാക്കി ഒരു പ്രസിഡൻറ്റിനും അവിടെ പോകാൻ പറ്റില്ല. പിന്നെ പ്രസിഡന്റുമാരൊക്കെ വരുന്നത് നമ്മുടെ ഈ ചാനൽ ചർച്ചയിലൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞു അദ്ദേഹം പാല് പോലെ വെളുത്തിരിക്കും, പിന്നെ ആ പ്രസിഡൻറ്റ് പാവമാണ്. ഒരു പാവവും ഇല്ല, ഞാൻ കണ്ടതാണ്. ഇവന്മാരെല്ലാം അവിടെ അഴിമതി കാണിക്കാൻ തന്നെയാണ് വരുന്നത്. പക്ഷെ വരുമ്പോൾ ഈ സെക്രട്ടറി പോസ്റ്റ് ഇരിക്കുന്ന ആൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം അവരുടെ സഹകരണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സഹകരണം ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ വരണതിന് 3 വർഷത്തേക്കല്ലേ, അടിയും പിടിയും ബഹളമൊന്നും ഉണ്ടാക്കാതെ ആദ്യമേ ഇവരുമായിട്ടങ്ങ്, ഉദാഹരണം സെക്രട്ടറി ആയിട്ടങ്ങ് ചങ്ങാത്തത്തിലാവും. പിന്നെ സെക്രട്ടറി തീരുമാനിക്കും. അന്നപ്പോൾ INTUC ആണ് അവിടെ. ഇത് CPM പറയുമ്പോൾ അത് CITU ആവും. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അന്ന് INTUC ആണ് അവിടെ ഭരിക്കുന്നത്. INTUCയും ഈ സെക്രട്ടറിയും കൂടെയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ അയാളാണ് അയാളും ഈ പറയുന്ന തന്ത്രി. അന്ന് പക്ഷേ തന്ത്രിക്കെതിരായിട്ട് എനിക്ക് തെളിവൊന്നും കിട്ടിയില്ല. എൻ്റെ റഡാറിൽ വന്നു. ഇയാളുടെ ശിഷ്യനെ ഞാൻ പിടിച്ചു, മേൽശാന്തിയെ. അയാൾ പൈസ എണ്ണി വാങ്ങുന്ന ഒരു സംഭവം വന്നപ്പം ഞാനിത് ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. കയ്യോടെ പിടിച്ചു, സ്റ്റോപ്പ് ചെയ്താൽ പറഞ്ഞു. അയാളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് ഇങ്ങനെ കിട്ടിയില്ല, ഈ തന്ത്രിയെ. അപ്പോൾ എൻ്റെ പീരീഡിൽ ഞാൻ യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ പറയും, ഈ ശബരിമലയിലെ കറപ്ഷൻ തുടങ്ങുന്നത് പ്രഭവ കേന്ദ്രം തന്ത്രിയും ഈ സെക്രട്ടറിയാണ്, ഈ ജയകുമാർ. ഇവർ 2 പേരുമാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇവരെ സോപ്പിട്ടാൽ മാത്രമേ ഏത് പ്രസിഡൻറ്റിനും ഏത് മെമ്പറിനും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ കൊടിമരത്തിൻ്റെ വിഷയം വന്നത് ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയ ശേഷമാണ്. പക്ഷെ അധികം നാളായില്ല, 2-3 മാസത്തിന് അകത്താണ് അതുണ്ടായത്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. പിന്നെ ഈ സന്നിധാനത്ത് ഞാൻ ഒന്ന് വെരിഫൈ ചെയ്തതാണ്. ഒരു തമിഴൻ്റെ പാത്രക്കടയിൽ ഞാൻ കയറി പാത്രത്തിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. എനിക്കവിടെ സോഴ്സ് ഇൻഫർമേഷൻ തരാൻ ആളുണ്ട്. ഈ ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ എപ്പോഴും നല്ല ആളുകളുമുണ്ട്. അപ്പോൾ അതിൽ 1-2 ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് ഇയാൾ പറയാൻ പോണ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഈ കടയിൽ കയറിയത്. ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ വെറുതെ കയറിയതാണ്. 3 മാസം 4 മാസത്തേക്ക് ഇവരെന്ത് കച്ചവടമാണോ ചെയ്യുന്നതെന്ന് അറിയാനാണ് പോയത്. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു, സാറേ ഇത് ആരുടെയെന്നറിയാമോ? ഞാൻ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞ് ഇപ്പം പറഞ്ഞ തമിഴ് മറ്റേ ഇവിടെയുള്ള പളനിയിലുള്ള. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ ഇത് പളനിയിൽ ഉള്ളവരുടെ ഒന്നും അല്ല, ഇവിടെയുള്ള കടകൾ 90% നമ്മുടെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയാണ്, സെക്രട്ടറിയുടെ ആണെന്നാണ്. ഈ കട 2 കോടി രൂപയ്ക്ക് അവൻ പിടിച്ചത് സെക്രട്ടറിയുടെ ആണെന്ന് പറയപ്പെടുന്നു എന്ന് ആ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിതെല്ലാം ചേർത്ത് ഞാൻ റിപ്പോർട്ട് പ്രസിഡൻറ്റിന് കൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ ഹൈക്കോടതിക്ക് ഞാനന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പല ഇതായിട്ട്. അപ്പം ഈ പാത്രക്കേസ് പിന്നെ
ഈ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത്. അപ്പോൾ ഇയാൾ ഈ സെക്രട്ടറി നമ്മൾ ഗവൺമെൻറ് സർവൻറ്റ് പബ്ലിക് സർവൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളെല്ലാം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല ശീലമുള്ളവരാണ്. അപ്പോൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഇയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചപ്പം അദ്ദേഹം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാൾ വിളിച്ചാൽ വരെയൊന്നുമില്ല. അയാളെ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. വിളിച്ചാൽ വരില്ല, മിനിസ്റ്ററുടെ അനിയനൊക്കെ അല്ലേ, പിന്നെ അയാളെന്തോ വലിയ ആളെന്നാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് പിന്നെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പോയി അത് ഞങ്ങൾ സാറിന് കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് വിവരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയായിട്ടും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. പിന്നെ ഞാൻ ഇൻ്റർകോമിൽ വിളിച്ച് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ ഈ കാക്കര പീക്കര എഴുതി പെൻസിൽ കൊണ്ട് എഴുതി വായിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അയച്ചു. അപ്പോൾ ഞാനൊരു കടലാസ് കൊടുത്തു, ടൈപ്പ് ചെയ്ത് ലെജിബിളായിട്ട് എഴുതി ഫുൾ സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തിന് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറത്ത് വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യിക്കും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം വന്നു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇയാളുടെ സാമ്പത്തിക ശേഷിയെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എന്നെക്കാളും ശമ്പളം കുറവ് വാങ്ങിക്കുന്ന ഒരാളാണ്. പിന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം എനിക്കറിയാം. എൻ്റെ വീട്ടിനേക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് ഈ സെക്രട്ടറി. എൻ്റെ ഇൻകവും എൻ്റെ സാലറിയും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ഈ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് CBIയിലും വിജിലൻസ് ഇരുന്ന് ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. വളരെ ലീഡിങ് സീനിയർ IPS IRS ഓഫീസേഴ്സ്, കസ്റ്റംസ് കളക്ടർ അവർക്കെതിരായിട്ടൊക്കെ ഞാൻ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് അന്വേഷിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ മറ്റേ അയാളുടെ ലെജിറ്റിമേറ്റ് ഇൻകം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ അത് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിലോ ഇയാൾ ഡിക്ലെയർ ചെയ്യുന്ന, ഇപ്പോൾ വൈഫിനൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ക്ലീൻ കേസാണ്, ഇയാളകത്ത് പോകും. അപ്പോഴേക്കും എനിക്ക് സമയമായി പോകാൻ സമയമെന്ന് ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ശർമ്മ എന്ന് പറഞ്ഞ CITUവിൻ്റെ ഒരു ലീഡറുണ്ടായിരുന്നു അവിടുത്തെ, അത് കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹം ഞാനുമായിട്ട് നല്ല അടുപ്പത്തിലാണ്, പ്രതിപക്ഷമല്ലേ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറെന്തായാലും പോവുകയില്ലേ, ഇങ്ങനെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചെന്നൊക്കെ അറിഞ്ഞ് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഒന്ന് തരണം. അപ്പം ഞാൻ വിചാരിച്ച് ശരി ഇയാൾക്ക് കൊടുത്തളാം എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത്, ചെയ്യാൻ പാടില്ല എന്നാലും ഞാൻ എൻ്റെ കോപ്പി എടുത്ത് അയാളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ ക്വയറ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ നോൺ സോഴ്സ് ഓഫ് ഇൻകം 13(1)(e) പഴയ നമ്മുടെ കറപ്ഷൻ ആക്ട്, അത് ഇയാളുടെ പുറത്ത് ഈസി ആയിട്ട് വരും. പക്ഷേ പിന്നെ ഇതിപ്പം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ട് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. ഭരണകക്ഷിയിൽപ്പെട്ട 2 MLA-മാരെ അത് ഒതുക്കി. ഇപ്പം ഇയാളുടെ പുറത്ത് അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് എൻക്വയറി ഇല്ല. ഇപ്പോൾ 10 വർഷമാകുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം 5 ദിവസം കൊണ്ടാണ് നടത്തിയത്. അത് എങ്ങനെയാണ് 5 ദിവസം ആയിട്ട് ആഘോഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കവടിയാർ കൊട്ടാരത്തിൽ പോലും കല്യാണം 2 ദിവസമേ ഉള്ളൂ, 5 ദിവസമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അയാൾ ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് തോന്നുന്നു. ഒരു പ്രശ്നവുമില്ല. പാത്രക്കേസും ഒക്കെ വിഷി വാഷ് ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ അതെല്ലാം ഒതുക്കി. അപ്പം ഇതാണ് ശബരിമലയിലെ അഴിമതിയുടെ നിലവാരം. നിലവിലും ഈ പ്രധാന കഥാപാത്രമായി വരുന്നത് തന്ത്രി തന്നെയാണ്. ഇപ്പോഴുള്ള ഈ അഴിമതി കഥകളിലെല്ലാം തന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെടുന്നു. അതോടൊപ്പം തന്ത്രിക്ക് സംരക്ഷണം ഒരുക്കി ഒരു വിഭാഗം ആളുകളും രംഗത്ത് വരുന്നത്. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ തന്ത്രി തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം? തന്ത്രി തന്നെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. ഞാൻ ഇത്രയും സ്ഥലത്ത് അഴിമതി നിരോധന വകുപ്പിൽ ജോലി ചെയ്തിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ അവിടെ ചെന്ന സമയത്ത്. അപ്പോൾ തന്ത്രി തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ത്രിയെ പിണക്കി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പം കൊടിമരം എന്ത് ചെയ്യണമെങ്കിലും അങ്ങേരെ അവിടെ ഇരുട്ടവിളക്ക് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അയാൾ രാവും പകലും അവിടെ തന്നെ ഊണും ഉറക്കവും കുളിയും തേവാരും ഒക്കെ. അപ്പോൾ അങ്ങേരെ അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി, നമുക്കിപ്പോൾ ചിലർ അഴിമതിക്കാരാണെന്ന് മനസ്സിലാവും, പ്രത്യേകിച്ച് ഞങ്ങൾ വിജിലൻസുകാരാണ്. മനസ്സിലാവുമ്പം നമുക്ക് തെളിവ് വേണ്ടേ? ചുമ്മാ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ചാടി പിടിക്കാൻ പറ്റുമോ? നമ്മുടെ പണി പോവില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവ് നമുക്ക് കിട്ടിയില്ല. അയാൾ അത്ര ബുദ്ധിമാനാണ്. അത് എനിക്കൊന്ന് ഇപ്പോഴത്തെ തന്ത്രിയാണ് ഈ രാജീവ്, അദ്ദേഹം തന്നെയാണ് അന്നും തന്ത്രി. പക്ഷേ
ഈ മേൽശാന്തിമാർ ആര് വന്നാലും ഇങ്ങേരെ മുറിയിലാണ്. ഈ മറ്റേ ഭക്തരുടെ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ ഇയാളുടെ മുറിയിലാണ് ഡിസ്കഷനും അത് ഇതൊക്കെ. തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. ഈ തന്ത്രിയും ഇന്ന് ഇപ്പോഴത്തെ എനിക്കറിഞ്ഞുകൂടാ സെക്രട്ടറി എങ്ങനെയുള്ള ആളാണെന്ന്. അന്ന് തന്ത്രിയും സെക്രട്ടറിയും TDP സെക്രട്ടറി അറിയാതെ ഒരു പരിപാടി അവിടെ ഈച്ച പറക്കില്ല, കൊതുക് പറക്കില്ല. അങ്ങനെ തന്നെയാണ്. നിലവിൽ ഈ വാജിവാഹനം കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് കോടതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ആ വാജിവാഹനം കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കൈമാറിയ നടപടിക്ക് കോടതിയുടെ അംഗീകാരമുണ്ട് എന്നുകൂടി പറഞ്ഞ് തന്ത്രിയെ വെള്ളപൂശാനുള്ള ചില ശ്രമങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ഈ ശബരിമലയിൽ അല്ലെങ്കിൽ നമ്മുടെ മഹാക്ഷേത്രങ്ങൾ 10 മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിയിൽ ഇനി ആരുടെ മോനായിരുന്നാലും ആരുടെ ബന്ധുവായിരുന്നാലും ഞാൻ അവരെ സ്പെയർ ചെയ്യില്ല. അവർ അഴിമതിക്കാർ തന്നെയാണ്. ഒറ്റ കണ്ണിൽ കൂടെ ഒറ്റ ഇങ്ങനെ ലെൻസിൽ കൂടെ എനിക്ക് കാണാൻ പറ്റുള്ളൂ അഴിമതിക്കാർ. അപ്പോൾ ഈ വാജീവാഹനം ത്തിലെ തന്ത്രി ഞാൻ പറയും അത് അയാളൊരു നായരായിട്ടാണ് അയാളെ ഉപദ്രവിച്ചത്, അല്ലെ പറയും അയാൾ ബ്രാഹ്മണനാണ്, അയാൾ ഈഴവനാണ്. ഇതൊന്നും ഐ കനോട്ട് അക്സെപ്റ്റ്. ഈ അഴിമതി കാണിക്കുന്ന വിഷയത്തിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ തന്ത്രിയെ പിന്നെ വെള്ളപൂശാൻ വേണ്ടി ചിലരിറങ്ങിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായി. വെള്ളപൂശാൻ വേണ്ടി ഒരു ഗ്രൂപ്പാണ്. അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ എന്താ വാജീവാഹനത്തിൻ്റെ ഒരു വിഷയം, വാജീവാഹനത്തിൻ്റെ ഇപ്പം ഒരു പുതിയൊരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? അത് നിങ്ങൾ ഒരു പറ്റനൻ ക്വസ്റ്റ്യനാണ്, എൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കാതെ എന്തിനും പറയുന്നതെന്ന് വെച്ച് ഞാൻ ഉണ്ടായിരുന്നതാണ്. ഈ വാജീവാഹനം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2 ദിവസമായിട്ട് എല്ലാവരും പറയുന്നത്, വാജീവാഹനം കൊണ്ടുപോകാൻ കുറുപ്പ് ASP കുറുപ്പുണ്ടായിരുന്നു. ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. നമുക്ക് മനസ്സിലാവാത്തതാണോ ഹൈക്കോടതി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ തന്നെ നമ്മൾ പറയും. ഈ വാജീവാഹനത്തിൻ്റെ വിഷയത്തിൽ ഈ കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന് അതുകൊട്ടെ, വാജീവാഹനത്തിൻ്റെ കൂടെ വേറെയും ആ കൊടിമരത്തിൽ ഇല സ്വർണ്ണ ഇല അങ്ങനെ എന്തോ നോക്കേണ്ടെന്ന്, അതൊക്കെ എവിടെ പോയി? അതൊന്നും ആരും പറയുന്നില്ലല്ലോ. ശരി, വാജീവാഹനം അങ്ങനെ കൊണ്ടുപോയി. ASP കുറിപ്പ് പറഞ്ഞ് ശരി നിങ്ങളെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ പ്രയാർ ഗോപാലകൃഷ്ണൻ എല്ലാം കൂടെ ഇങ്ങനെ തൊഴുതു, അജയ് തറയിലും ഒക്കെ. അങ്ങനെ ആകട്ടെ, അതെങ്ങനെ പറ്റും? അവിടെ ഒരു ഓർഡറുണ്ട്. രാജഗോപാലൻ നായർ സാറ് ഇരുന്നപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജഗോപാലൻ നായർ സാർ ഇരുന്നപ്പോൾ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹം ഇറക്കിയ ഓർഡർ പക്കയാണ്, കറക്റ്റാണ്. അതിന് മുന്നേയും നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ലാത്ത വേറെ മഹാക്ഷേത്രങ്ങളുണ്ട്. അവിടെ എന്നും വീട്ടിൽ കൊണ്ടുപോകില്ല. അത് ആ ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്നാൽ പിന്നെ കൊള്ളാമല്ല, നാളെ ശബരിമല വിഗ്രഹം എടുത്ത് തല വെച്ചോണ്ട് പോകല്ലേ, അതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഈ വിഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് തന്ത്രി. അതെന്തോന്ന് ഏർപ്പാടാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഈ 2012 തോന്നുന്നു, ഈ തന്ത്രിമാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തന്ത്രിമാർ ഒരു പെറ്റീഷൻ കൊടുത്തു. അവർക്ക് ഒന്നും കിട്ടുന്നില്ല, മറിച്ചാണ്, വേതനം കൂട്ടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിനുവേണ്ടി ഈ തന്ത്രിമാരുടെ ഒരു യോഗം രാജഗോപാലൻ നായർ സാറാണിത് ചെയ്തതെന്ന് എൻ്റെ ഒരു ഓർമ്മ. അവർ ദേവസ്വം ബോർഡ് വിളിച്ചു കൂട്ടി. അപ്പോൾ ഈ തന്ത്രിമാരെല്ലാം അവിടെ വന്നു. അപ്പോൾ അതിന് ഉരുത്തിരിഞ്ഞതാണ് ഈ ഒരു ഓർഡർ എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ. സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ, അപ്പം സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പം ആ ഓർഡറിൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജഗോപാലൻ നായർ സാർ ഒപ്പിട്ട ഓർഡർ ആ ബോർഡിൻ്റെ ഓർഡറാണ്. ഈ ബോർഡിൻ്റെ ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ റിലവൻസ് മനസ്സിലാക്കാതെയാണ് നമ്മുടെ പല ചാനലുകളും പല ആളുകളും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യുകയാണ്. ബോർഡിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബോർഡിൻ്റെ ഓർഡർ ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറിയാണ്, നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയ ഒരു സാധനമാണ്. ഈ ഓർഡറല്ല, ദേവസ്വം മാനുവലും ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം അതിൻ്റെ ബേസിലാണ് ദേവസ്വം മാനുവൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിലാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ ഡിസിഷനാണ് ഈ തന്ത്രിക്ക് അങ്ങനെ വീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഓർഡർ. ആ ഡിസിഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും SLP സുപ്രീം കോടതി പോകണം. സുപ്രീം കോടതി ഒരു സംഗതി പറഞ്ഞാലല്ല, ഒരു ഓർഡർ ഇറക്കിയാൽ അത് നിയമമാവും. നമ്മുടെ നിയമസഭയ്ക്കും പാർലമെൻറ്റിനും പിന്നെ സുപ്രീം കോടതിക്കും മാത്രമേ ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓർഡർ, ഈ രാജഗോപാലൻ നായർ സാർ ഇറക്കിയ ഓർഡർ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ SLP പ്രകാരം സുപ്രീം കോടതിയിൽ ആരും പോകണം. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരുന്നപ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫാക്ട് ഈസ് ഫാക്ട്, ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററി. പിന്നെ അന്നിരുന്ന മെമ്പർമാരും ഈ അന്നത്തെ പ്രസിഡൻറ്റും ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇപ്പം ഞാനായിരുന്നു അവിടുത്തെ മെമ്പർ, അല്ലെങ്കിൽ ഞാനായിരുന്നു അവിടുത്തെ പ്രസിഡൻ്റ്, ഞാൻ ഇമ്മീഡിയറ്റ് ആരെങ്കിലും വിട്ട് ഞാൻ സുപ്രീം കോടതിയിലോ ഞാൻ ഹൈക്കോടതിയിലോ ഉടൻ കടലാസ് കൊടുക്കും, ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അങ്ങർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആരും കൊടുത്തില്ല. അതിൽ നിന്ന് മനസ്സിലായല്ലോ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. നേരത്തെ ഇതാണ് കോൺസ്പിറസി എന്ന് നമ്മൾ പറയുന്നത്, 120B. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ഹൈക്കോടതി, എനിക്കറിഞ്ഞുകൂടാ അത് ഏത് ജഡ്ജിമാരാണത് ചെയ്തതെന്ന്. ഞാൻ ജഡ്ജിമാരെ ഒരിക്കലും കുറ്റം പറയില്ല. ഈ ASP കുറുപ്പെന്ന് പറഞ്ഞ ആളെ പറ്റി സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു ശുദ്ധ തട്ടിപ്പുകാരനാണ് ഇയാൾ. ആ ഹൈക്കോടതി, ഇയാൾക്ക് വേറെ ഇതൊന്നുമില്ല, കേസൊന്നുമില്ല. ഇയാൾ ആ ഹൈക്കോടതി പരിസരത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10-90 വയസ്സ് അദ്ദേഹത്തിന് കാണും. ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നടക്കി ഈ കോണ്ടാക്ട്സ് വഴിയാണ് ഞാൻ ചെയ്തോളാം, ഞാൻ കൊടിമരം ഉയർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പല ക്ഷേത്രങ്ങളിലും ഈ ഹൈക്കോടതിയെ, ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കളിപ്പിച്ച് ആണ് ഇയാൾ എല്ലാ സംഗതിയും ഈ കൊട്ടേഷൻ എടുക്കുന്നത്. അങ്ങനെ ഇയാൾ അവിടെ വന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ ഇയാൾ ഇടപെട്ടിട്ട് ചെയ്തതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊടിമരം. അത് വലിയ ചക്ക കുഴയും പോലെ കുഴഞ്ഞു കിടക്കുകയാണ്. അതിൽ ഒരുപാട് അഴിമതിയുണ്ട്. ഏറ്റുമാനൂർ കൊടിമരം പൊങ്ങി, അത് കൊടിമരം മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ ശാസ്താംകോട്ട ക്ഷേത്രത്തിലും ഇയാൾ ഇടപെട്ട് പിന്നെ കൊടിമരം മറ്റോ ചെയ്തു. അതിലും ഭയങ്കര അഴിമതിയുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒരെണ്ണത്തിന് കൊടിമരം ഭയങ്കര ഹൈറ്റാണ്, പെർമിറ്റഡ് ആയിട്ടുള്ള ഇതിനേക്കാളും കൂടുതൽ ഹൈറ്റാണ്. അപ്പോൾ ഇയാൾ പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ 10 പൈസ വാങ്ങിക്കില്ല എന്നാണ്. ഈ നളിനാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സീനിയർ IRS ഓഫീസറാണെന്ന് തോന്നുന്നു, ഇൻകം ടാക്സിൽ നിന്ന് വന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. നളിനാക്ഷൻ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം വളരെ ഓണസ്റ്റായിരുന്നു. അദ്ദേഹം അവിടെ ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ, ബോർഡ് പ്രസിഡൻ്റാണോ കമ്മീഷണറാണോ ഏതോ ഒരു പോസ്റ്റിലിരുന്നപ്പം പിന്നെ ഇയാളെ പുറത്താക്കി. ഈ ASP കുറുപ്പിനെ പുറത്താക്കി. ഇയാളുടെ ഈ അഴിമതിയും ഇയാളുടെ പുറത്ത് ഭയങ്കര സംശയമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്താക്കി. ഞാൻ പറഞ്ഞില്ലേ, ഈ നളിനാക്ഷൻ IRS വളരെ ഇപ്പോൾ ഇരിക്കുന്ന ജയകൃഷ്ണൻ നമ്മുടെ ജഡ്ജിയെ പോലെ വളരെ അപ്രൈറ്റായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഇയാളെ പുറത്താക്കിയത്. വേറെ ആര് വിചാരിച്ചാൽ ഈ ASPയെ പുറത്താക്കാൻ പറ്റില്ല. അവസാനം നളിനാക്ഷൻ സാറിനെയും പുറത്താക്കി, അത് വേറെ കാര്യം. അങ്ങനെ ചെയ്യാത്ത തെറ്റിനാണ് അങ്ങനെ പുറത്താക്കിയത്. അപ്പം എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ASP കുറുപ്പെന്ന് പറഞ്ഞാൽ ഇയാളൊരു ശുദ്ധ തട്ടിപ്പുകാരനാണ്. ഇയാൾ പൈസയൊന്നും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ കയറി ഈ ഏറ്റുമാനൂരാണോ ശാസ്താംകോട്ടയാണോ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൈസ പിരിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങൾ സ്പർശിച്ച മെൻഷൻ ചെയ്ത ഈ കൊടിമരമായിട്ട്, ശബരിമലയിലെ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് പിരിവ് നടത്തിയിട്ടുണ്ട്. ഈ ഏറ്റുമാനൂർ ഒരു സുരേഷ് എന്ന മറ്റോ പറഞ്ഞ, എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. സുരേഷ് എന്ന് പറഞ്ഞ ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരനുണ്ടായിരുന്നു, അയാൾ അസിസ്റ്റന്റ് കമ്മീഷണർ മറ്റാണ്. അയാളുമായിട്ട് ചേർന്ന് ഈ കൊടിമരത്തിന് വേണ്ടി ഭീകരമായ പിരിവ് നടത്തി. അത് ഇയാളും കൂടെ ചേർന്നാണ്. ഇയാൾ പറയും എനിക്ക് 10 പൈസ ഉണ്ടാകും.
പിന്നെ ചുമ്മാ പിന്നെ ഇയാളൊരു ബുദ്ധൻ്റെ ജന്മോ ഈ ASP കുറുപ്പ് എന്തിനാ ഈ ക്ഷേത്രത്തിലൊക്കെ വരണം? ഇങ്ങനെയൊക്കെ ഒരുപാട് ചുറ്റുവട്ടങ്ങളുണ്ട്, പൈസ അടിക്കാം. ഇപ്പം ഈ കൊടിമരത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ശബരിമലയിലെ ഈ കൊടിമരത്തിൻ്റെ ഇതിൽ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ആരെല്ലാം കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കോൺക്രീറ്റിൽ എങ്ങനെയാണ് ഉറുമ്പരിക്കുന്നത് ഈ പ്രശ്നത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ 1-2 ചാനൽ ചർച്ച പറഞ്ഞു, ഈ ശുദ്ധികലശം അല്ലല്ലോ, ദേവപ്രശ്നം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പ് ഉടായിപ്പ് പരിപാടിയാണ്. ഞാൻ ഒരു അമ്പലത്തിലെ എൻ്റെ ചാർജിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, പോലീസ് ട്രെയിനിങ് കോളേജിലെ ഹനുമാൻ സ്വാമി ടെമ്പിൾ. അത് അവിടെ തന്ത്രി ഒരു ഫ്രോഡ് തന്ത്രിയായിരുന്നു ഞാൻ വരുന്നവരെ 2011 വരെ. അയാളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. ഇയാളെ എങ്ങനെ മാറ്റുമെന്ന്, അത് തന്ത്രിയെ മാറ്റാൻ നോക്കില്ല, ശാപം, ഹനുമാൻ സ്വാമി ശപിക്കുമെന്നൊക്കെ പറഞ്ഞു. നമുക്കിവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പോയി പലരിടത്തുമൊക്കെ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുത്തച്ഛൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നു, കടിയക്കോന്മനയിലെ തുഫൻ നമ്പൂതിരിയായിരുന്നു എൻ്റെ മുത്തച്ഛൻ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പല വഴികളിൽ കൂടെയൊക്കെ അന്വേഷിച്ചു തന്ത്രിയെ മാറ്റാം, അത് ഇന്ന രീതി ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പോയി ഒരു പാവപ്പെട്ട ഒരു സാധു ബ്രാഹ്മണനായ ഹരിദാസ് എന്ന് പറഞ്ഞ നമ്മുടെ കോട്ടയ്ക്കകത്തോട്ടുള്ള ആളാണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന്. അപ്പോൾ ഇയാൾ 1 ലക്ഷം 2 ലക്ഷം രൂപ, അവിടെ ചില അന്വർത്ഥങ്ങളുണ്ട്, അവിടെ ചില സൂയിസൈഡ് നടന്നിട്ടുണ്ട് ഞങ്ങളുടെ പോലീസ് ട്രെയിനിങ് കോളേജിൽ. ഒരു പെൺകുട്ടി 150 വർഷം മുമ്പ് കൊല്ലപ്പെട്ടു, അങ്ങനെ ഒക്കെയുള്ള ഒരുപാട്. പിന്നെ സെൻട്രിമാർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തോ അന്വർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ പ്രശ്നം വെച്ചു. ഈ തന്ത്രിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചില്ല, വേറെ തന്ത്രിയെ ജ്യോത്സ്യന്മാരെ കൊണ്ടൊക്കെ പ്രശ്നം വെച്ചപ്പം എനിക്കൊരു ഉപദേശം കിട്ടി, 1500 രൂപയുടെ സുദർശന ഹോമം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് എനിക്കൊരു ഉപദേശം കിട്ടി. അങ്ങനെ ഞാൻ ഈ ഹരിദാസ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഈ 2025 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഹരിദാസ് തന്ത്രിയാണ് നമ്മുടെ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ തന്ത്രി. മറ്റേ ആളെ ഞാൻ പേര് പറയുന്നില്ല, എടുത്ത് ഞാൻ കളഞ്ഞു. അത് അയാൾ ഇവിടുത്തെ കിടിലമാണ്, കേരളത്തിലെ ഒരു കിടിലം പാർട്ടിയാണ്. അയാൾ അന്നത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് ചെന്ന് പരാതിയൊക്കെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഉമ്മൻചാണ്ടി സാർ കേട്ടില്ല, ഇടപെട്ടില്ല. അപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഇത് തട്ടിപ്പാണ്. നിങ്ങൾ പറയൂ, എങ്ങനെയാണ് എലി കയറുന്നത്, ചെതലിങ്ങനെ അരിക്കണത് എങ്ങനെയാണ് ഇവർ ഇൻറ്റ്യൂഷനിൽ കാണുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇത്രയും വർഷമൊക്കെ ജീവിച്ചില്ലേ, തീരെ മന്ദബുദ്ധിയൊന്നുമില്ലല്ലോ നമ്മൾ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറയുന്ന ഈ പ്രശ്നം വെക്കണവരെ ഇതിനകത്ത് പ്രതിയാക്കണം. ഈ ദേവപ്രശ്നം വെച്ചവന്മാർ എലി കയറി എന്ന് പറഞ്ഞവനും അപ്പുറത്തൊരു പന്നി വന്ന് നിൽക്കുന്ന, അമ്പലത്തിൻ്റെ ബാക്കിലൊരു പന്നി വന്ന് നിൽപ്പുണ്ട്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന്മാരെ എല്ലാം ഈ റഡാറിലാക്കണം. ഇതെല്ലാം കൂടെ ഈ SITക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഇവരെ പ്രതിയാക്കണം. അന്നിരുന്ന സെക്രട്ടറി പിന്നെ ഈ ASP കുറിപ്പ് പ്രതിയാവും. ഈ സംശയം എന്താ? നമ്മൾ നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ASP കുറിപ്പ് പ്രതിയാവും. അപ്പോൾ ഈ ASP കുറിപ്പ് വാജിവാഹനം നമ്മൾ പോയിന്റ് വിട്ടുപോയി. ആ വാജിവാഹനം കൊണ്ടുപോയ ആ വിഷയമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അത് ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ രാജഗോപാലൻ നായർ സാറിൻ്റെ 2012 ആ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ SLPക്ക് പോകണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച്, എൻ്റെ ലീഗൽ നോളജ് കറക്റ്റാണെങ്കിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അല്ലെങ്കിൽ മിനിമം സിംഗിൾ ബെഞ്ച് ആണെങ്കിൽ പോലും ആരെങ്കിലും കേസിന് പോകണം, ഇയാൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കേസിന് പോയി, കേസായി, ആ കേസിൻ്റെ ഡിസിഷൻ, അതായത് ഇത് നമ്മുടെ ഇവിടുത്തെ നിയമസഭയ്ക്ക് പറ്റില്ല. നിയമസഭ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഈ രാജഗോപാലൻ സാർ ഇറക്കിയ ഓർഡർ ഓവർ ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നീ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച്. അപ്പം അങ്ങനെ ഒരു ഓർഡർ ഇല്ല. ഇവരിപ്പം ഈ ആടിനെ പട്ടിയാക്കുക എന്നുള്ള പരിപാടിയിൽ ഇവർ പറയുന്നത് ഹൈക്കോടതി. എന്ത് ഹൈക്കോടതി? ഹൈക്കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ വെർഡിക്റ്റ് ഓഫ് എ കേസ്. അവർ പറഞ്ഞത് തന്ത്രി സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വലിയ മനുഷ്യനാണ്, അതൊക്കെ പറഞ്ഞാണ്. ഈ ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരും അവർ സാധുക്കളാണ്. അവർ ഈ നിയമം മാത്രം, അത് മാത്രമേ അവർ നോക്കുള്ളൂ. ഈ വെളിയിൽ നടക്കുന്ന പല ആസ്പെക്ട്സും അവർ പരിശോധിക്കാറില്ല. അവരുടെ മുമ്പ്
കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടോ, ദേവസ്വം ബോർഡ് റൂൾസ് വയലേറ്റ് ഉണ്ടോ, ഇതൊക്കെ മാത്രമേ അവർ നോക്കുകയുള്ളൂ. പിന്നെ അവർക്ക് ഈ നമ്മുടെ പോലീസുകാർക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും ഒക്കെ കിട്ടുന്ന ഗ്രേപ്പ് വൈൻ ഉണ്ട്. ഈ ഗ്രേപ്പ് വൈൻ ആണ് കരക്കമ്പി. ഈ കരക്കമ്പിയാണ് ചിലപ്പോൾ അവസാനം ഫാക്റ്റായിട്ട് വരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ അത് മൈൻഡ് ചെയ്യാറില്ല. അത് അവരുടെ തെറ്റല്ല. അപ്പോൾ അവരെ കളിപ്പിച്ചതാണ് ഈ ASP കുറിപ്പ്. പിന്നെ ഈ പ്രയാർ, ദേവസ്വം ബോർഡ് മെമ്പർ, സെക്രട്ടറി, ഇവന്മാർ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വിട്ടുപോയി. ഈ ഓർഡർ ഇല്ല, ഞങ്ങൾ കണ്ടില്ല എന്നാണല്ലോ പറയുന്നത്. ഈ ഓർഡർ പിന്നെ ഹൈക്കോടതി ജഡ്ജി ഇവിടെ വന്ന് റെയ്ഡ് ചെയ്തെടുക്കണോ? അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പ് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, സെക്രട്ടറി, പിന്നെ കമ്മീഷണർ, ഈ ഗാങ്ങിൽ ഒരാളുണ്ടായിരുന്നു, രാമരാജ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയാണ്. അങ്ങേരെ അവിടെ ഉഡായിപ്പ പാർട്ടിയായിരുന്നു. അങ്ങേരെ ഞാൻ പോയി ഭീഷണിപ്പെടുത്തി. നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു, സാറേ ഇത് സാറേ ശർക്കര വാങ്ങിക്കണം, സൂക്ഷിച്ചു വേണം. എനിക്ക് മനസ്സിലായി ഇവന്മാരുമായിട്ടെല്ലാം ചേർന്നാണ് ശർക്കര വാങ്ങിയാണ്. 44 ലക്ഷം കിലോ ശർക്കര. സാറ് സൂക്ഷിച്ച് വാങ്ങിക്കണം, ഞാൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങേർക്ക് എൻ്റെ സ്വഭാവം അറിയാം. അപ്പോൾ അയാളും ഈ രാമരാജ പ്രസാദാണോ ഈ കൊടിമരം മാറ്റിയപ്പം ദേവസ്വം കമ്മീഷണർ എനിക്ക് അറിഞ്ഞൂടാ, ദേവസ്വം കമ്മീഷണർ, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കൗൺസിൽ, ഇവന്മാരെല്ലാം കൂടെ ഈ കോൺസ്പിറസിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർഡർ ഹൈക്കോടതിയിൽ നിശ്ചിതമാണ്. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കൂ. ആ ഹൈക്കോടതി ബെഞ്ചിൻ്റെ മുമ്പ് ഈ ഓർഡർ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല, അവർ താത്ത് കാണും. എന്നിട്ട് അതിനെ താത്തിയിട്ടാണ് ഇപ്പോൾ പറയണത് അത് ഹൈക്കോടതി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ. ഹൈക്കോടതി ജഡ്ജിമാർ ഇത് ഒരു കാരണവശാലും ഞാൻ കുറ്റം പറയില്ല. എൻ്റെ മുമ്പ് വന്നാലല്ലേ എനിക്ക് അത് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഈസ് ആൻ ഓർഡർ പാസ്ഡ് അല്ലെങ്കിൽ സപ്പോർട്ടഡ് ബൈ ഹിന്ദു റിലീജിയസ് ആക്ട്, ദേവസ്വം മാനുവൽ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഡറാണത്. അത് സുപ്രീം കോടതിക്കോ ഡിവിഷൻ ബെഞ്ചിനോ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഒരു ഓർഡറും നമുക്ക് അവൈലബിൾ അല്ല. അതിനകത്ത് ഈ വാജിവാഹനം തന്ത്രിക്ക് കൊണ്ടുപോകാമെന്നോ അല്ലെങ്കിൽ തന്ത്രിക്ക് കൊടുത്തതിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്നോ ആ നിലയിലുള്ള ഒരു, അതായത് ശരിയായ രീതിയാണ്, ആ നടപടിക്രമങ്ങളിൽ തെറ്റില്ല എന്ന് ഒരു ഘട്ടത്തിൽ ഈ വാജിവാഹനം എന്നൊരു പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട പേരോ ഒന്നും ആ ഓർഡറിന്റെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ആ ഓർഡർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ പ്രചരണം. ഇത് പിന്നെ ഈ നമ്മുടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ വളരെ കഷ്ടപ്പെട്ട് സീനിയർ IAS IFS എടുത്ത അഴിമതിക്കാരായ ഓഫീസേഴ്സിൻ്റെ അഴിമതി കണ്ടിട്ട് ഞാൻ ശബരിമലയിൽ ചെന്നപ്പോൾ ഈ ശബരിമല ജീവനക്കാരുടെ ഇത് അഴിമതി കണ്ട് ഞാൻ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയെന്ന് പറയണതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇവരാടിനെ പട്ടിയായി കളയും. അതായത് ഡോബർമാനാണ് ഇത് കടിച്ചത്. ഓക്കെ, നമുക്കെല്ലാം അറിയാം. പക്ഷേ ജഡ്ജിയുടെ മുമ്പ് ഇത് പശു കുത്തിയതാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റും സകല എവിഡൻസും പിന്നെ ജഡ്ജി പിന്നെ എന്തോ ജഡ്ജിക്ക് അറിയാതെ ഡോബർമാൻ കടിച്ചാണെന്ന്. പക്ഷെ ജഡ്ജി നിസ്സഹായനാണ്. അതേപോലെ ഇവന്മാർ ഈ എല്ലാം കൂടെ ചേർന്ന് ഇവന്മാരെല്ലാം ഇതിനകത്ത് വരും. ഇവന്മാരെല്ലാം ഞാൻ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം വരും. ദേവസ്വം കമ്മീഷണർ അയാൾ അറിയാതെ എങ്ങനെയാണ് ഈ ഹൈക്കോടതിയിൽ ഈ ASP കുറിപ്പ് ഇതെല്ലാം എഴുതി കൊടുക്കണം. ഈ ASP കുറിപ്പ് ഈ വാജിവാഹനം അഴിച്ചു മാറ്റിയാൽ ഒന്നാം പ്രതി ASP കുറിപ്പാണ്. ASP കുറിപ്പ് ആരുമല്ല. ഈ ചുമ്മാ ഇല്ലാത്ത പരിവേഷം നമ്മൾ കൊടുക്കരുത്. അയാൾ ഹൈക്കോടതി ജഡ്ജിയാണോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറാണോ? ഒന്നുമല്ലല്ലോ. അയാളൊരു ഒരു ഒരു അവിടെ എംപ്ലോയ് ചെയ്ത ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പം അയാൾ ഇങ്ങോട്ട് വന്നിട്ട് അത് കൊണ്ടുപോയിക്കോട്ടെ, മറ്റേ അവിടെ കാണിക്കാൻ ഒരു രത്നമുണ്ട്, അതും അദ്ദേഹം എടുത്തോട്ടെ, അത് ഭാഗ്യം. അതൊന്നും തന്ത്രി എനിക്ക് വേണമെന്ന് പറയാത്ത ഭാഗ്യം. ഈ തന്ത്രി മറ്റേ ആ യോഗത്തിൽ രാജഗോപാലനാഥ് സാറിൻ്റെ യോഗത്തിൽ ഞാൻ അവിടെ എനിക്ക് അവിടെ നിന്നുള്ള സോഴ്സ് വഴി കിട്ടിയ 2012 അതെ സോഴ്സ് വഴി കിട്ടിയ ഇൻഫർമേഷനാണ്. ഈ തന്ത്രി അവിടെ ആ യോഗത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വേണമെന്ന്. അതെല്ലാം കണ്ടിട്ടാണ് രാജഗോപാലനാഥ് സാറ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒരു ഓർഡർ ഇറക്കിയത്. വേറെ എത്രയോ അമ്പലങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കി, വേറെ എത്രയോ അമ്പലങ്ങളിൽ ഇത് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. അത് സ്ട്രോങ് റൂമിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഉഡായിപ്പ്
കമലേഷ് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ ചാനൽ ചർച്ച പറഞ്ഞു, ഈ വാജി വാഹനം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതാരോ നോട്ടം ഇട്ട് ഏതോ നമ്മളെ കേരളത്തിലുള്ള വെളിയിലുള്ള, ഞാൻ ഇറ്റലിയിൽ നിന്നോ ജപ്പാനിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിന് വെളിയിലുള്ള ഏതോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തന്മാരുണ്ട്. ഈ ഭക്തി മൂത്ത് പ്രാന്ത എന്തും ചെയ്യും അവർ. നമ്മൾ എത്ര രൂപ ഇടും? 500 രൂപ കൂടുതൽ ഇടുമോ? ഞാൻ 500 രൂപ കൂടുതൽ ശബരിമലയിൽ ഇട്ടിട്ടില്ല, എൻ്റെ ഇല്ല. അതേസമയം 5 കോടി ഇട്ടിട്ട് അയ്യപ്പ പോടുമാ എന്ന് ചോദിക്കുന്ന നമ്മുടെ സ്റ്റേറ്റിന് വെളിയിലുള്ളവരുണ്ട്. അവർക്ക് ഈ വാജീവാൻ എന്താണെന്ന് അറിയാം. നിങ്ങൾക്കും എനിക്ക് അറിഞ്ഞൂടാ വാജീവാൻ, ഈ കേസ് വരുന്നവരെ. പക്ഷേ അവർക്കറിയാം. അവർ ഇപ്പം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട് പൂജിച്ച് തൊഴുതില്ലേ, അത് ഫിക്റ്റീഷ്യസ് സാധനമായിരുന്നെങ്കിൽ പോലും, പക്ഷേ ജയറാമൻ അറിഞ്ഞൂടല്ലോ. അതേപോലെ ഈ വാജീവാനെ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഭയങ്കര പൈസക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ഈ കൊടിമരം ഇളക്കണത്. അപ്പോൾ ദ കോൺസ്പിറസി സ്റ്റാർട്ട്സ് ദ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ എസ് ഐ ടിക്കൊന്നും പറ്റില്ല, ഇത് വേറെ ആരെങ്കിലുമൊക്കെ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ അവിടുന്ന് ഗൂഢാലോചന തുടങ്ങി. എന്നിട്ട് ഈ വാജീവാഹനം ഞാൻ കൊണ്ടുപോകും, എന്നിട്ട് വാജീവാഹനം കൊണ്ടുപോയിട്ട് മറ്റാൾക്ക് കൊടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിബുദ്ധിമാന്മാരാണ് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരെന്ന്. ഞാനാണെങ്കിൽ വാജീവാഹനം വിറ്റിട്ട് ഞാൻ മിണ്ടായിരിക്കും, വേറെ ഒന്നും ചെയ്യില്ല. ഇവരെന്താ ചെയ്ത്, വാജീവാഹനം ഒരെണ്ണം ഉണ്ടാക്കി, അതുണ്ടാക്കി തന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തന്ത്രിക്കും അത്രയും ബുദ്ധിയുണ്ട്.